Dear students, today we are going to study Genetic Engineering for Human Welfare Part 2. ഇതിൻ്റെ പാർട്ട് 1 ആണ് ഞാൻ ജീൻ തെറാപ്പി പറഞ്ഞത്. ഇന്ന് നമ്മൾ അതിൻ്റെ പാർട്ട് 2 ആയ ഹ്യൂമൻ ക്ലോണിംഗ് പഠിക്കുകയാണ്. ക്ലോൺ എന്താണ് ക്ലോൺ? ഐഡന്റിക്കൽ കോപ്പീസ് ഓഫ് സെൽസ്, മോളിക്യൂൾ, ഓർഗാനിസംസ്. ഇതിനെയൊക്കെയാണ് നമ്മൾ ക്ലോൺ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഐഡന്റിക്കൽ കോപ്പീസ് ഓഫ് സെൽസ്, ഇറ്റ് ക്യാൻ ബി ഐഡന്റിക്കൽ കോപ്പീസ് ഓഫ് മോളിക്യൂൾസ്, ഇറ്റ് ക്യാൻ ബി ഐഡന്റിക്കൽ കോപ്പീസ് ഓഫ് ഓർഗാനിസം. അപ്പോൾ ഐഡന്റിക്കൽ കോപ്പീസ് ഓഫ് സെൽ, മോളിക്യൂൾസ്, ഓർഗാനിസം is known as clone. Cloning an entire organism is different from creation of colony of cells in culture or gene cloning. ഒരു എൻ്റെ ഓർഗനൈസത്തിനെ ക്ലോൺ ചെയ്തെടുക്കുന്നത് നമ്മൾ ലബോറട്ടറിയിൽ ഒരു ബാക്ടീരിയ കൾച്ചർ ഉണ്ടാക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ജീൻ ക്ലോണിംഗ് നടത്തുന്നത് പോലെയോ അത്ര സിമ്പിളായ ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ക്രിയേറ്റിംഗ് എ കോളനി ഓഫ് സെൽസ് ഇൻ കൾച്ചർ ഓർ ജീൻ ക്ലോണിംഗ്. Organismal cloning refers to the method of producing two or more genetically identical individuals. The first successful attempt was undertaken by Robert Bridge and Thomas King in 1950s in the embryo frog. Since then, many animals, including mammals, have been cloned with increasing success rate. ആദ്യമായിട്ട് ഓർഗനൈസമൽ ക്ലോണിങ് ചെയ്തത് റോബർട്ട് ബ്രിഡ്ജും തോമസ് കിങ്ങും 1950സിലാണ്. അവർ ഫ്രോഗിൻ്റെ എംബ്രിയോയിലാണ് ചെയ്തത്. അതിനുശേഷം തുടർന്ന് ഇങ്ങോട്ട് പല മാമൽസിലും വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ഓർഗനൈസമൽ ക്ലോണിങ് ചെയ്തിട്ടുണ്ട്. Cloning of primates has not been that much easy as in other group of vertebrates. ബാക്കിയുള്ള വെർട്ടിബ്രേറ്റ്സിൽ ക്ലോണിങ് എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നത് പോലെ അല്ല പ്രൈമേറ്റ്സിൽ ക്ലോണിങ് ചെയ്യുന്നത്. അത്ര സിമ്പിളായിട്ട് ബാക്കി വെർട്ടിബ്രേറ്റ്സിൽ ചെയ്യുന്ന അതേ ലാഘവത്തോടു കൂടി അല്ലെങ്കിൽ അത്രയും സിമ്പിളായിട്ട് നമുക്ക് പ്രൈമേറ്റ്സിനെ ക്ലോൺ ചെയ്തെടുക്കാൻ സാധ്യമല്ല. ഹ്യൂമൻ ക്ലോണിംഗ് ഈസ് മോർ ഡിഫിക്കൽട്ട് ദാൻ ഷീപ്പ് ഓർ കാറ്റൽ ക്ലോണിംഗ്. നമ്മൾ ഇയാൻ വിൽമുട്ടിൻ്റെ എക്സാമ്പിളിലൂടെ, അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ 1990s നടന്ന എക്സ്പെരിമെൻറ്റിലൂടെ ഒരു ഡോളി എന്ന് പറയുന്ന ആട്ടിൻകുട്ടിയെ അദ്ദേഹം ക്ലോൺ ചെയ്തെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഹ്യൂമൻ ക്ലോണിംഗ് ഈസ് നോട്ട് ആസ് സിമ്പിൾ ആസ് ക്ലോണിംഗ് എ ഷീപ്പ് ഓർ കാറ്റൽ. കാരണം സെൽസ് ഓഫ് ഹ്യൂമൻ എംബ്രിയോ സ്റ്റാർട്ട് എക്സ്പ്രസിംഗ് ദ ജീൻസ് അറ്റ് എ റിലേറ്റീവ്ലി ഏർലി സ്റ്റേജ്. ഹ്യൂമൻ എംബ്രിയോസിലുള്ള സെൽസ് അതിലടങ്ങിയിരിക്കുന്ന ജീൻസ് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ എഗ് സൈറ്റോപ്ലാസത്തിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂക്ലിയസ് അതിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ള സമയം എഗ്ഗിന് വളരെ കുറച്ച് സമയം മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു ഹ്യൂമൻ ക്ലോണിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. എന്നിരുന്നാലും മൈസിലും ഇതുപോലെ തന്നെ എംബ്രിയോസിൽ ഉള്ള സെൽസ് അതിലുള്ള ജീൻസ് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ എക്സ്പ്രസ് ചെയ്യും. പക്ഷെ മൈസിൽ നമ്മൾ വളരെ സക്സസ്ഫുള്ളായിട്ട് ക്ലോണിങ് എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സക്സസ് സ്റ്റോറി നമുക്ക് ഹ്യൂമൻസിലും ക്ലോണിങ് എക്സ്പെരിമെന്റ്സ് നടത്താൻ ഒരു പ്രചോദനമാണ്. Now, what is therapeutic cloning? It is the creation of embryos for therapeutic purpose അല്ലെങ്കിൽ ക്യൂറിങ് ഓഫ് ഡിസീസ്. ഒരു ഡിസീസ് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എംബ്രിയോസിനെ ക്ലോൺ ചെയ്തെടുക്കുന്നതിനെയാണ് തെറാപ്യൂട്ടിക് ക്ലോണിംഗ് എന്ന് പറയുന്നത്. ജനറ്റിക് ഡിസീസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിസീസ് അതിനെ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എംബ്രിയോസിനെ ക്ലോൺ ചെയ്തെടുക്കുന്നു. അതിനെയാണ് തെറാപ്യൂട്ടിക് ക്ലോണിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻറ്റിന് അവരുടെ തന്നെ ടിഷ്യൂസ് ഒബ്റ്റെയിൻ ചെയ്യാൻ ഈ തെറാപ്യൂട്ടിക് ക്ലോണിങ്ങിലൂടെ സാധിക്കും. ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമുള്ള പേഷ്യൻസിന് അവരുടെ തന്നെ ടിഷ്യൂസ്, അവരുടെ തന്നെ സെൽസ് അല്ലെങ്കിൽ അവരുടെ തന്നെ ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് ഈ തെറാപ്യൂട്ടിക് ക്ലോണിങ്ങിലൂടെ സാധിക്കും. ഇറ്റ് ഇൻവോൾവ് ദി പ്രൊസീജിയർ നോൺ എസ് സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ. അതെന്താണെന്ന് നോക്കാം. സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ. ഇവിടെ ഒരു ഹ്യൂമൻ ഓവം എടുക്കുകയാണ്. ആ ഓവത്തിൻ്റെ ന്യൂക്ലിയസ് നമ്മൾ മാറ്റുന്നു, അതിനെ ഈ ന്യൂക്ലിയേറ്റ് ചെയ്യുന്നു. ഇനി ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമുള്ള പേഷ്യൻ്റ്, ആ പേഷ്യൻറ്റിൽ നിന്ന് നമ്മൾ സോമാറ്റിക് സെൽസ് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. ആ സോമാറ്റിക് സെൽസിൽ നിന്ന് ന്യൂക്ലിയസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഈ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ന്യൂക്ലിയസിനെ നമ്മൾ ഈ ന്യൂക്ലിയേറ്റ് ചെയ്ത ഓവത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓവം സൈറ്റോപ്ലാസത്തിലേക്ക് ഇങ്ങനെ ഒരു ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് വന്നു വീഴുമ്പോൾ ഓവം ഡെവലപ്പ് ചെയ്യും.
ഈ നമ്മൾ സോമാറ്റിക് സെല്ലിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്ത ന്യൂക്ലിയസ് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ആണ്. കാരണം അത് വെജിറ്റേറ്റീവ് സെല്ലാണ്. വെജിറ്റേറ്റീവ് സെല്ലിലുള്ള ന്യൂക്ലിയസ് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ആണ്. ട്രാൻസ്പ്ലാന്റേഷൻ നടത്തേണ്ട പേഷ്യന്റിന്റെ സോമാറ്റിക് സെൽസിൽ നിന്നാണ് നമ്മൾ ഈ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഐസൊലേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് ഓവം സൈറ്റോപ്ലാസത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓവം സൈറ്റോപ്ലാസത്തിലേക്ക് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് വന്ന് വീഴുമ്പോൾ ഓവം സൈറ്റോപ്ലാസം ഡെവലപ്പ് ചെയ്യും. ഇതിന്റെ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു മൈൽഡ് ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്ത് കൊടുത്താൽ വളരെ വേഗം ഓവം ഡെവലപ്പ് ചെയ്യും. ഓവം ഡെവലപ്പ് ചെയ്ത് ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജ് വരെ നമ്മൾ ഓവത്തിനെ ഡെവലപ്പ് ചെയ്തെടുക്കും. ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ അതിൻ്റെ അകത്ത് ഇന്നർ സെൽ മാസ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. ഈ ഇന്നർ സെൽ മാസിൽ നിന്ന് നമുക്ക് എംബ്രിയോണിക് സ്റ്റെം സെൽസ് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഉള്ളിലുള്ള ഇന്നർ സെൽ മാസ് എന്ന് പറയുന്ന റീജിയനിൽ നിന്ന് നമുക്ക് എംബ്രിയോണിക് സ്റ്റെം സെൽസ് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന എംബ്രിയോണിക് സ്റ്റെം സെൽസ് പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽസ് ആണ്. അതായത് ഈ സെൽസിനെ നമുക്ക് പലതരത്തിലുള്ള സെൽസ് ായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. They are pluripotent. They can differentiate into many different kinds of cells. ഇങ്ങനെ നമുക്ക് പ്ലൂറിപൊട്ടന്റ് ആയിട്ടുള്ള എംബ്രിയോണിക് സ്റ്റെം സെൽസിൽ നിന്ന് നമുക്ക് ഏത് ടിഷ്യൂ ആണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത് ആ ടിഷ്യൂ ആയിട്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തെടുക്കേണ്ട ടിഷ്യൂ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ടിഷ്യൂസിനെ നമുക്ക് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഡിസീസ് ക്യൂർ ചെയ്യാൻ സാധിക്കും. പേഷ്യന്റിന്റെ തന്നെ ന്യൂക്ലിയസിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന സെൽസ് ആണിത്. അതുകൊണ്ട് തന്നെ പേഷ്യന്റിൽ ഇമ്മ്യൂണോളജിക്കൽ റിജക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം പേഷ്യന്റിന്റെ തന്നെ ന്യൂക്ലിയസ് നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നതാണ് ഈ സെൽസ്. പേഷ്യന്റിന്റെ സോമാറ്റിക് സെല്ലിൽ നിന്നാണല്ലോ നമ്മൾ ന്യൂക്ലിയസ് എടുത്തത്. അതിന് ഓവം സൈറ്റോപ്ലാസത്തിലിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പേഷ്യന്റിന്റെ തന്നെ സെൽസ് നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇമ്മ്യൂണോളജിക്കൽ റിജക്ഷനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തൊക്കെയാണ് തെറാപ്യൂട്ടിക് ക്ലോണിങ്ങിന്റെ ബെനിഫിറ്റ്സ്? തെറാപ്യൂട്ടിക് ക്ലോണിങ്ങിന്റെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞതുപോലെ പേഷ്യന്റിന്റെ തന്നെ സോമാറ്റിക് സെല്ലിൽ നിന്ന് നമ്മൾ ന്യൂക്ലിയസ് ഐസൊലേറ്റ് ചെയ്തെടുത്ത് ഓവം സൈറ്റോപ്ലാസത്തിൽ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓവൻ ഡെവലപ്പ് ചെയ്യുന്നു. അതിൽ നിന്ന് ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്തു വരുന്നു. ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഇന്നർ സെൽ മാസിൽ നിന്ന് നമ്മൾ എംബ്രിയോണിക് സെൽസ് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. ഈ എംബ്രിയോണിക് സെൽ പ്ലൂറിപൊട്ടന്റ് സെൽസ് ആയതുകൊണ്ട് അതിനെ പല സെൽസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതിൽ നിന്ന് ഏത് സെല്ലാണോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് ആ സെൽ അതിൽ നിന്ന് ടിഷ്യൂസ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ടിഷ്യൂസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. ആ ടിഷ്യൂസിനെ നമ്മൾ പേഷ്യന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ പേഷ്യന്റിന്റെ തന്നെ ടിഷ്യൂസ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യന്റിൽ ഇമ്മ്യൂണോളജിക്കൽ റിജക്ഷൻ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ ചുരുക്കമാണ്, വളരെ കുറവാണ്. ഇനി ഈ തെറാപ്യൂട്ടിക് ക്ലോണിങ്ങിന് വളരെയധികം എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. ഇന്ത്യയിൽ തെറാപ്യൂട്ടിക് ക്ലോണിങ് എംബ്രിയോണിക് സ്റ്റെം സെൽ റിസർച്ച് വരെ അനുവദിക്കുന്നുണ്ട്. എംബ്രിയോണിക് സ്റ്റെം സെൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം, അത് റിസർച്ചിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ ഒരു ട്രീറ്റ്മെന്റ് ഭാഗത്തേക്ക് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. എംബ്രിയോണിക് സ്റ്റെം സെൽസും അതിൻ്റെ റിസർച്ചും എല്ലാം പല രാജ്യങ്ങളും അനുവദിക്കുന്നുണ്ട്. പക്ഷെ തെറാപ്യൂട്ടിക് ക്ലോണിങ് ട്രീറ്റ്മെന്റിന്റെ മേഖലയിലേക്ക് ഉപയോഗിക്കാൻ ഇന്ന് ഒരു രാജ്യത്തും സാധ്യമല്ല. Now, what is reproductive cloning? ക്ലോണിങ് എംബ്രിയോസ്, ഇവിടെ നമ്മൾ എംബ്രിയോസിനെ ക്ലോൺ ചെയ്തെടുക്കുകയാണ്. ആ എംബ്രിയോസിൽ നിന്ന് നമ്മൾ ഹോൾ ഇൻഡിവിജ്വലിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് റീപ്രൊഡക്റ്റീവ് ക്ലോണിങ്. Reproductive cloning in humans is globally banned. ഹ്യൂമനിലെ റീപ്രൊഡക്റ്റീവ് ക്ലോണിങ് ചെയ്യാൻ സാധ്യമല്ല. ഇറ്റ് ഈസ് ഗ്ലോബലി ബാൻഡ്. പക്ഷേ ഫസ്റ്റ് റിപ്പോർട്ട് ഓഫ് ക്രിയേഷൻ ഓഫ് ക്ലോൺഡ് ഹ്യൂമൻ എംബ്രിയോ കെയിം ഫ്രം അഡ്വാൻസ്ഡ് സെൽ ടെക്നോളജീസ്. ഇറ്റ് വാസ് അനൗൺസ്ഡ് ഇൻ 1998. ഇവിടെ ഹ്യൂമൻ എംബ്രിയോ എങ്ങനെയാണ് ക്ലോൺ ചെയ്തെടുത്തത്? ഒരു മാൻ്റെ സ്കിൻ സെല്ലിൽ നിന്ന് ന്യൂക്ലിയസ് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. ഈ ഐസൊലേറ്റ് ചെയ്തെടുത്ത ന്യൂക്ലിയസിനെ ഒരു കൗവിൻ്റെ ഓവത്തിലേക്ക്, ഈ ന്യൂക്ലിയേറ്റ് ചെയ്ത ഓവത്തിലേക്ക് ഈ ന്യൂക്ലിയസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യിക്കുകയാണ്.
ഏകദേശം 12 ദിവസത്തോളം സയന്റിസ്റ്റ് ഈ ഓവത്തിനെ ഡെവലപ്പ് ചെയ്തു. അതിനുശേഷം അതിന്റെ ഡെവലപ്മെന്റ് സീസ് ചെയ്തു അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തു. The positive aspects of human cloning. Human cloning ന്റെ പോസിറ്റീവ് ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? It enables infertile couples to have children of their own. Infertile ആയിട്ടുള്ള കപ്പിൾസിന് അവരുടേതായ കുട്ടികളെ ഓൺ ചെയ്യാൻ സാധിക്കുന്നു. Then cloned embryos produce totipotent stem cells. നമ്മൾ ഈ ക്ലോൺ ചെയ്തെടുക്കുന്ന ഹ്യൂമൻ എംബ്രിയോസ്, അതിൽ നിന്ന് നമുക്ക് ടോട്ടിപോട്ടന്റ് സ്റ്റെം സെൽസ് കിട്ടുന്നു. ടോട്ടിപോട്ടന്റ് സ്റ്റെം സെൽസിനെ നമുക്ക് ഏത് തരം സെൽസ് ആയിട്ട് വേണമെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഏത് തരം ടിഷ്യൂസ് വേണമെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. നെക്സ്റ്റ്, cloning embryos enables the creation of embryos upon which treatment of many genetic disease can be tried. ഇങ്ങനെ എംബ്രിയോസ്, ഹ്യൂമൻ എംബ്രിയോസ് നമ്മൾ ക്ലോൺ ചെയ്തെടുത്താൽ ഹ്യൂമൻസിൽ കാണുന്ന പല ജനറ്റിക് ഡിസീസുകളെ കുറിച്ച് പഠനം നടത്താൻ സാധിക്കും. ജനറ്റിക് ഡിസീസ് എങ്ങനെ ക്യൂർ ചെയ്യാൻ അല്ലെങ്കിൽ എങ്ങനെ വരാതിരിക്കാൻ, ഇതിനെയൊക്കെ കുറിച്ച് നമുക്ക് ഈ ക്ലോൺ ഹ്യൂമൻ എംബ്രിയോസിൽ പഠനങ്ങൾ നടത്താൻ സാധിക്കും. പിന്നെ ഏജിങ് പ്രോസസ്, പല തരത്തിലുള്ള ക്യാൻസേഴ്സ്, ഇതിനെല്ലാം കുറിച്ച് നമുക്ക് ഹ്യൂമൻസിന്റെ എംബ്രിയോസിൽ, ക്ലോൺ ചെയ്തെടുക്കുന്ന എംബ്രിയോസിൽ പഠനങ്ങൾ നടത്താൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഹ്യൂമൻ ക്ലോണിങ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വാദഗതികൾ. ഇനി ഇതിന്റെ നെഗറ്റീവ് ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലോൺസ് റെഡ്യൂസ് ദി ജനറ്റിക് വേരിയബിലിറ്റി എമംഗ് ഇൻഡിവിജ്വൽസ്. ക്ലോൺസ് എന്ന് പറഞ്ഞാൽ ഐഡന്റിക്കൽ കോപ്പീസ് ആണ്, ഒരേപോലത്തെ കോപ്പീസ് ആണ്, ഒരേപോലത്തെ ഇൻഡിവിജ്വൽസ് ആണ്. സോ ഇറ്റ് റെഡ്യൂസ് ദി ജനറ്റിക് വേരിയബിലിറ്റി എമംഗ് ഇൻഡിവിജ്വൽസ്. And cloning lead to improve human race based on some arbitrary parameters. The fitness of individuals selected for cloning may not be considered in totality. നമ്മൾ ഹ്യൂമൻ്റെ ക്ലോൺ ഉണ്ടാക്കുകയാണെന്ന് പറയുമ്പോൾ ഇവിടെ ചില പ്രത്യേക ക്യാരക്ടേഴ്സ് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ചിലപ്പോൾ അത് ബുദ്ധിയായിരിക്കാം, ഒരു ഇൻഡിവിജ്വലിൻ്റെ ബുദ്ധിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ സൗന്ദര്യമായിരിക്കാം. ഇതുപോലെയുള്ള ചില ഏതാനും കുറച്ച് പാരാമീറ്റേഴ്സ് മാത്രം മുൻനിർത്തിക്കൊണ്ട് ക്ലോൺസ്, ഹ്യൂമൻസിൻ്റെ ക്ലോൺസ് ഉണ്ടാക്കി എടുക്കുന്ന ഒരു സാഹചര്യം. അല്ലാതെ ടോട്ടൽ ഫിറ്റ്നസ് ഓഫ് ദി ഇൻഡിവിജ്വൽ കൺസിഡർ ചെയ്യണമെന്നില്ല. ഏതാനും കുറച്ച് പാരാമീറ്റേഴ്സ് മാത്രം അല്ലെങ്കിൽ ക്വാളിറ്റീസ് മാത്രം മുൻനിർത്തിക്കൊണ്ട് ഹ്യൂമൻ ക്ലോൺസ് ഡെവലപ്പ് ചെയ്തെടുക്കും. ദെൻ ഈ ഡെവലപ്പ് ചെയ്ത് വരുന്ന ക്ലോൺ ഓഫ്സ്പ്രിങ് ആണോ അതോ സിബ്ലിംഗ് ആണോ? ഈ ക്ലോൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ക്ലോൺ ഓവം സൈറ്റോപ്ലാസത്തിലേക്ക് ഒരു സോമാറ്റിക് സെൽ ന്യൂക്ലിയസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ക്ലോണിനെ ഓഫ്സ്പ്രിങ് എന്നാണോ വിളിക്കേണ്ടത് അതോ സിബ്ലിംഗ് എന്നാണോ വിളിക്കേണ്ടത്? ഇനി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ക്ലോണിന്റെ പാരൻസ്, ബയോളജിക്കൽ പാരൻസ് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അവർക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ പാരൻസ് ഉണ്ടോ അതോ ഫീമെയിൽ പാരന്റ് മാത്രമാണോ ഉള്ളത്? അപ്പോൾ ഈ പാരൻസ് എന്ന് പറയുന്നത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ ഓവം ഉണ്ട്, ഓവം സൈറ്റോപ്ലാസത്തിലാണ് സോമാറ്റിക് സെൽ ന്യൂക്ലിയസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഓവം സൈറ്റോപ്ലാസത്തിൽ നിന്ന് നമ്മുടെ തന്നെ ഒരു സോമാറ്റിക് സെല്ലിൽ നിന്ന് ഒരു ന്യൂക്ലിയസ് എടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഒരു ഓർഗനൈസമായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടായി വരുന്ന ക്ലോണിന്റെ പാരൻസ് എന്ന് പറയുന്നത് ക്ലോണിന് ഫീമെയിൽ പാർട്ട് മാത്രമാണോ ഉള്ളത് അതോ മെയിൽ പാർട്ടും ഉണ്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടി വരുന്നത്. സോ ദിസ് ഇസ് ഹ്യൂമൻ ക്ലോണിങ്.